ഈ കഴിഞ്ഞ മദ്യനയത്തിൽ പറഞ്ഞില്ലേ, നമ്മുടെ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിലുള്ള റിസോർട്ടുകൾക്ക്, ഹോട്ടലുകൾക്കൊക്കെ നമ്മുടെ നാടൻ കള്ള് കൊടുക്കുക, ചെത്തിക്കഴിഞ്ഞ ഉടനെയുള്ള കള്ള്. കള്ളിനെക്കുറിച്ച് അറിയാവുന്നവർക്കെല്ലാം അറിയാം, അത് അപ്പോൾ വലിയ ലഹരി മൂത്തതായിരിക്കില്ല എന്ന്. ഇളം കള്ള് നല്ല രീതിയിൽ കൊടുത്താൽ അത് ഏറ്റവും പോഷക സമൃദ്ധമായ ഒന്നായിരിക്കും. അപ്പോൾ അതിൻ്റെ മറ്റു ചില ന്യായങ്ങൾ പറയുന്നത്, ആ ന്യായങ്ങളൊക്കെ പിന്നെ ആലോചിക്കേണ്ടതാണ്. നയത്തിൽ അതെല്ലാം പറയേണ്ട കാര്യമില്ല. നയം നടപ്പാക്കുമ്പോൾ അതിനെന്തെല്ലാം കരുതലുകൾ വേണം, എന്തെല്ലാം നടപടികൾ വേണമെന്ന് ആലോചിക്കണം. ഇത് കണ്ടപ്പോഴാണ് ഒരാൾ ഇന്നലെ എന്നെ കാണാൻ വന്നു. അദ്ദേഹം പറയുകയാണ്, ഞാൻ ദുബായിൽ പോയിരുന്നു. ദുബായിൽ പോയപ്പോൾ ഒരു കള്ള് ഷാപ്പ്, ആ കള്ള് ഷാപ്പിൽ പോയി ഞാൻ കള്ള് കുടിച്ചു. കള്ള് കണ്ടു, ഞാൻ കുടിച്ചു അയാൾ പറഞ്ഞില്ല, കള്ള് കണ്ടു. അപ്പോൾ ശ്രീലങ്കയിൽ നിന്നുള്ള കള്ളാണ്. അതുതന്നെ അവർ കാനഡയിലേക്കടക്കം അയക്കുന്നുണ്ട്, മറ്റു രാജ്യങ്ങളിലേക്ക് അയക്കുന്നുണ്ട്. നമുക്കെന്തുകൊണ്ട് അത് ചിന്തിച്ചുകൂടാ? ഇതാണ് അദ്ദേഹം വന്ന് ചോദിച്ച കാര്യം. ഞാൻ പ്രത്യേകിച്ച് മറുപടി ഒന്നും പറഞ്ഞു. നമ്മൾ നല്ല ആശയമാണ്, നമുക്ക് പരിശോധിച്ച് നോക്കാം എന്ന് പറഞ്ഞ് അദ്ദേഹത്തെ തിരിച്ചയച്ചു. അപ്പം നമ്മുടെ നാടിൻ്റെ മാറ്റത്തിനുതകുന്ന കാര്യങ്ങളാണിതൊക്കെ. ഓരോ നാടിനും ആ നാടിൻ്റേതായ സ്വന്തം ചില മദ്യങ്ങളുണ്ട്. അതിൽപ്പെട്ടതാണ് നമ്മുടെ ഇവിടുത്തെ കള്ള്. അത് ഏതെല്ലാം രീതിയിൽ ഉപയോഗിക്കാൻ കഴിയും എന്നുള്ളത് നാം പരിശോധിക്കേണ്ട കാര്യമാണ്. ഇത്തരത്തിൽ നാടാകെ വികസന രീതിയിലേക്ക് പോവുക എന്നുള്ളതാണ് നാം ഉദ്ദേശിക്കുന്നത്. അതിൻ്റെ ഭാഗമായി നാടാകെ സന്തുഷ്ടമാകണം, എല്ലാവരും സന്തുഷ്ടരാവണം. അതാണ് ഹാപ്പിനെസ് എന്ന് പറയുന്ന കാര്യം. വികസനത്തിൻ്റെ സ്വാദ് എല്ലാവരിലും എത്തുക, വികസനത്തിൻ്റെ സ്പർശം എല്ലായിടങ്ങളിലും എത്തുക. ഇതിനാണ് കേരളം ഇപ്പോൾ ഊന്നൽ നൽകുന്നത്. കണ്ണൂർ നല്ല തോതിൽ വികസിച്ച് വരുന്നു എന്നുള്ളതാണ് നമുക്ക് കാണാൻ കഴിയുന്ന കാഴ്ച. ആ ഭാഗത്തേക്ക് ഞാൻ പ്രത്യേകമായി പോയിട്ടില്ല. നമുക്ക് ഇവിടെ നിങ്ങൾ ചർച്ച ചെയ്ത് അവതരിപ്പിക്കുന്ന വിഷയങ്ങളുടെ അടിസ്ഥാനത്തിൽ ചില നിഗമനങ്ങളുണ്ടാകും. അതുകൂടി വെച്ച് സർക്കാർ എന്താണോ പരിശോധിക്കേണ്ടത്, ചെയ്യേണ്ടത് എന്ന് നോക്കി ആവശ്യമായ നടപടികൾ സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് കൂടി ഉണ്ടാകും എന്ന് പറഞ്ഞുകൊണ്ട്